നൂറുമേനിയായി വിളവെടുത്ത് കാലടി GLP സ്കൂളിലെ പച്ചക്കറിത്തോട്ടം. വിളവെടുപ്പ് കാലടി കൃഷി ഓഫീസർ PS സലീം ഉദ്ഘാടനം ചെയ്തു. നിറവ് എന്ന പേരിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിൽ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ക്ലബായ ദേശീയ ഹരിതസേനയ്ക്ക് കീഴിലാണ് കാലടി കൃഷിഭവന്റെ സഹകരണത്തോടെ GLP സ്കൂളിലെ പച്ചക്കറിത്തോട്ടം ഒരുക്കിയത്. ചിരങ്ങ, വെണ്ട, പയർ, മത്തൻ, പടവലം, ചീര, വഴുതനങ്ങ, വാഴ, തക്കാളി തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്തത്. പഠനത്തിന്റെ ഇടവേളകളിൽ കുരുന്നു കൈകളൊരുക്കിയ കൃഷി നൂറുമേനി വിളവാണ് സമ്മാനിച്ചത്. വിളവെടുപ്പ് കാലടി കൃഷി ഓഫീസർ PS സലീം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K അനീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ മുഖ്യാതിഥിയായി. മുൻ പ്രധാനാധ്യാപകൻ മോഹനൻ മാസ്റ്റർ, MTA പ്രസിഡന്റ് ധന്യ, സ്റ്റാഫ് സെക്രട്ടറി അർച്ചന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PG ചിത്ര സ്വാഗതവും ദേശീയ ഹരിതസേന സ്കൂൾ കോഓർഡിനേറ്റർ PP ആരിഫ നന്ദിയും പറഞ്ഞു. വിളവെടുത്ത ഉൽപ്പന്നം കൊണ്ട് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കി നൽകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇപ്പോ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞാൽ രാവിലെ വന്നാൽ 8:30 അല്ലെങ്കിൽ 9 മണിക്ക് ഇവിടെ വന്നാൽ ഒരു 10-10:30 വരെ ഈ കുട്ടികളുടെ കൂടെ കുട്ടികളെ കൂട്ടും. അദ്ദേഹം തന്നെയല്ല, അത് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് അതിന്റെ ഓരോ ചെടികളുടെ അടുത്ത് പോയി. അപ്പൊ കുട്ടികൾക്ക് അത് പാഠം കൂടിയാണ്. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ പാഠത്തെക്കാളും നല്ലൊരു പാഠമാണ് അനീഷ് ദിവസവും ചെയ്യുന്നത്. അപ്പൊ അനീഷിന് നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. അത് നല്ല കാര്യം. അതുപോലെ ബാബുവേട്ടനാണെങ്കിൽ കൃഷി സ്ഥലം ഒരുക്കാനായിട്ട് അന്ന് എന്നിട്ട് പറഞ്ഞു, നമുക്ക് മാഷ ഇത്തവണ നമുക്ക് കൃഷിത്തോട്ടം നന്നായിട്ട് ഉണ്ടാക്കണം, അപ്പോൾ ഞാനും സഹകരിക്കാം വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്ന് ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഴിച്ചിട്ട് ഇപ്പൊ ഇത്രയും നല്ല വൃത്തിയായി. NCV ന്യൂസ്, എടപ്പാൾ. പുതുമയണിഞ്ഞ് എടപ്പാൾ. കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.